ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷിയേഷൻ. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷിയേഷൻ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റിയെ കുറിച്ചാണ്. നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ dy ബൈ ഡി എക്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു. dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അതെപ്പോഴാണ്? എക്സിലുണ്ടാവുന്ന ചേഞ്ച്, എക്സിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈയിലും ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ എക്സിലുണ്ടാവുന്ന ചേഞ്ച് വെരി വെരി സ്മോൾ ആണെന്ന് വിചാരിക്കുക, ഓൾമോസ്റ്റ് ടെൻസ് ടു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെ എക്സിലുണ്ടാവുന്ന ഈ ചേഞ്ച് വെരി സ്മോൾ ആകുമ്പോൾ dy റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയാം. അതിനെയാണ് അല്ലേ, ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ള, എക്സിൽ വെരി സ്മോൾ ചേഞ്ച് ഉണ്ടാകുന്ന ആ സമയത്തുള്ള റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസാണ്. നമുക്ക് ഒരു ഡിഫറൻഷിയേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച്. നിങ്ങൾ ഫിസിക്സിലൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഡി എസ് ബൈ ഡി ടി, എസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടൈം ആണെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് വിത്ത് റെസ്പെക്ട് ടു ടി, അത് വെലോസിറ്റി ആണെന്നറിയാം. ഡി വി ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ആക്സിലറേഷനാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്നും ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. വെരി സ്മോൾ ടൈമിലുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റിലെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ പോയിന്റിലെ വെലോസിറ്റി. ഇതുപോലെ നിങ്ങൾ ഫിസിക്സിൽ പലയിടത്തും നിങ്ങൾ ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്. ഡെറിവേറ്റീവ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളെല്ലാം നോക്കിയാൽ കാണാം, അവിടെ എല്ലാം നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ പ്രോബ്ലം, റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഒരു സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന റേറ്റിൽ കൂടുകയാണ്. ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. അറ്റ് വാട്ട് റേറ്റ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഇൻക്രീസസ് when the radius is 5 cm. At what rate the area of the circle increases? ഏത് റേറ്റിലാണ് സർക്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്? when the radius is 5 cm. റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. റേഡിയസ് കൂടുമ്പോൾ ഏരിയയും കൂടും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന റേഡിയസ് കൂടി 5 സെൻറ്റിമീറ്റർ എത്തുമല്ലോ, അപ്പോഴും റേഡിയസ് കൂടുകയാണ്. അങ്ങനെ ആ 5 സെൻറ്റിമീറ്റർ എത്തുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പോയിന്റിൽ ഏരിയ ഏത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എല്ലായ്പ്പോഴും ഏരിയ ഒരേ റേറ്റിലായിരിക്കില്ല ഇൻക്രീസ് ചെയ്യുന്നത്. റേഡിയസ് കൂടുമ്പോൾ ഏരിയ കൂടുന്നുണ്ട്, പക്ഷേ ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഒരുപോലെ ആയിരിക്കില്ല, ഓരോ സമയത്തും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് ആ 5 സെൻറ്റിമീറ്റർ ആവുന്ന സമയത്ത് ഏരിയ ഏത് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമുക്ക് റേഡിയസിനെ R എന്നും ഏരിയ എ എന്നും ടൈമിനെ ടി എന്നും ഡിനോട്ട് ചെയ്യാം. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് ആണ്, അത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിങ്, റേഡിയസ് ആണ് കൂടുന്നത് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ടൈമിനനുസരിച്ച് റേഡിയസിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. അപ്പം നമുക്കതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയാം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് മീൻസ് ആർ, വിത്ത് റെസ്പെക്ട് ടു ടൈം മീൻസ് ടി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി, ദാറ്റ് മീൻസ് ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ഗിവൺ റേഡിയസ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, that means dr by dt is equal to 3 cm per second. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തുകൊള്ളുക, ഇവിടെ ടൈം കൂടുന്നതിനനുസരിച്ച് റേഡിയസ് കൂടുകയാണ്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ഒരേപോലെ പോവുകയാണ്, അതുകൊണ്ടാണ് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവ് ആയത്. നേരെ മറിച്ച് റേഡിയസ് ഡിക്രീസിംഗ് എന്ന് പറഞ്ഞതായിരിക്കാം. അറ്റ് ദ റേറ്റ് ഓഫ് 3 സെൻറ്റിമീറ്റർ, ഓരോ സെക്കൻഡിൽ 3 സെൻറ്റിമീറ്റർ കുറയുന്നു എന്നാണ് പറഞ്ഞെങ്കിൽ ടൈം കൂടുന്തോറും റേഡിയസ് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചിനെ നെഗറ്റീവായി കണക്കാക്കും. അതായത് ഒരു ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റേ ക്വാണ്ടിറ്റിയും കൂടുകയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവും, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നെങ്കിൽ അവിടെ റേഡിയസ്, അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് നെഗറ്റീവുമായിരിക്കും. അപ്പോൾ ഇവിടെ കൂടുകയാണ്, അതുകൊണ്ട് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവാണ്. dr ബൈ ഡി ടി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അറിയേണ്ടത്. അതിന് ഏരിയയുടെ ഇക്വേഷൻ അറിയണം. സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡി എ ബൈ ഡി ടി, അതിന് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. എയും ആറും ഒക്കെ കോൺസ്റ്റൻറ്റുകളല്ല, എല്ലാം വേരിയബിൾസ്. കാരണം റേഡിയസ് കൂടുന്നു, ഏരിയയും കൂടുന്നു, രണ്ടും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും വേരിയബിൾസാണ്. നമ്മൾ എക്സ് വൈ എന്നൊക്കെ എഴുതുന്നത് പോലെ വേരിയബിൾസാണ് എയും ആറും ഒക്കെ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു പൈ കോൺസ്റ്റൻ്റ് ആണ്, പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്.
ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ശ്രദ്ധിക്കണം. ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ എന്നാണെങ്കിൽ 2r എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടി എന്നായതുകൊണ്ട് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് കൂടി ഉണ്ടാവും. 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു പൈ ഇൻറ്റു 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി നമ്മൾ നേരത്തെ കണ്ടല്ലോ, 3 cm/s. അത് ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2πr ഇൻറ്റു 3 ഇൻറ്റു 2πr ആകുമ്പോൾ 6πr. അപ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 6πr എന്ന് കിട്ടി. ഇനി r 5 cm ആകുമ്പോൾ അല്ലേ, റേഡിയസ് 5 cm ആകുമ്പോഴുള്ള റേറ്റ് ഓഫ് ചേഞ്ചാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ വെൻ r ഈക്വൽ ടു 5 cm എന്ത് ചെയ്യണം, ഡി എ ബൈ ഡി ടി കാണാൻ ആറിൻ്റെ വാല്യൂ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 6π ഇൻറ്റു 5 ദാറ്റ് ഈസ് 30π. അപ്പോൾ ഡി എ ബൈ ഡി ടി 30π. ഡി എ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്. ഏരിയയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഏരിയ ആകുമ്പോൾ cm² അല്ലേ യൂണിറ്റ്, പെർ ടൈം ആയതുകൊണ്ടാണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ടാണ് പെർ സെക്കൻഡ് 30π cm²/s. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 30π cm²/s. അടുത്ത ക്വസ്റ്റ്യൻ, edge of a cube is increasing at the rate of 4 cm/s. At what rate is the volume of the cube increases when the side of the cube is 7 cm? Edge of a cube is increasing. ഒരു ക്യൂബിൻ്റെ എഡ്ജ് കൂടുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ക്യൂബിൻ്റെ എഡ്ജിന് എക്സ് എന്നോ എ എന്നോ എന്നിങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് എടുക്കാം. എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/s. 4 cm/s എന്ന റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ എഡ്ജ് കൂടുമ്പോൾ ക്യൂബിൻ്റെ വോളിയം കൂടും. അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസ്? വോളിയത്തെ വി എടുക്കാം. വോളിയം ഓഫ് ദ ക്യൂബ് ഇൻക്രീസസ് വെൻ ദ സൈഡ് ഓഫ് ദ ക്യൂബ് ഈസ് 7 cm. ക്യൂബിൻ്റെ സൈഡ് 7 cm ആകുമ്പോൾ, സൈഡ് അല്ലെങ്കിൽ എഡ്ജ് 7 cm ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ക്യൂബിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ സൈഡിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. എക്സ് ബി ദ സൈഡ് ഓഫ് ദ ക്യൂബ്. അപ്പോൾ ക്യൂബ് ഈസ് എഡ്ജ് ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 4 cm/s. Rate of change of x with respect to time, that is dx by dt is equal to 4 cm/s. വോളിയത്തിൻ്റെ കാര്യം, ക്യൂബിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എക്സ് ക്യൂബാണ്. ഇപ്പോൾ ഡി വി ബൈ ഡി ടി കാണണം. വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡി വി ബൈ ഡി ടി is equal to 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലോ എന്ത് 4 ആണെന്ന്. ആ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 12x² എന്ന് കിട്ടും. ഇനി ചോദ്യം എഡ്ജ് 7 ആകുമ്പോൾ വെൻ എക്സ് is equal to 7 ഡി വി ബൈ ഡി ടി is equal to 12 ഇൻറ്റു 7², 588 എന്ന് വരും. അത് വോളിയത്തിൻ്റെ ചേഞ്ച് ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതുകൊണ്ട് cm³ ആണ് യൂണിറ്റ്. അപ്പം നമുക്ക് പറയാം വോളിയം ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 588 cm³/s. ഇവിടെയൊക്കെ നിങ്ങളൊരു കാര്യം ഓർത്തോളണം, ഡി വി ബൈ ഡി ടി പോസിറ്റീവ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇൻക്രീസിങ് ആയത്. ഡി വി ബൈ ഡി ടി നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ ഇൻക്രീസിങ് അല്ല ഡിക്രീസിങ് ആണ്. അത് ഓർത്തോളാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 5 cm? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചോദിച്ചിരുന്നത് at what rate the area of the circle increases when the radius is 5 cm. അവിടെ radius of a circle is increasing at the rate of 3 cm/s. ഒരു സെക്കൻഡിൽ 3 cm വീതം. ദാറ്റ് മീൻസ് dr by dt. അതൊന്ന് അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര വീതമാണ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ dA by dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നു, dA by dt ആയിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല ചോദിച്ചേക്കുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. ദാറ്റ് മീൻസ് dA by dr ആണ്. ആ പോയിന്റ് ശ്രദ്ധിച്ചോളാം. കഴിഞ്ഞ നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ റേഡിയസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 3 cm/s. ഒരു സെക്കൻഡിൽ 3 cm വീതം റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നിരുന്നു. എന്നിട്ട് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് കാണേണ്ടത്, അതായത് dA by dt ആണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് ആണ് ചോദിച്ചിരുന്നത്. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ റേഡിയസ് വെൻ ദ റേഡിയസ് ഈസ് 5 cm എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുക. റേഡിയസ് കൂടുമ്പോൾ ഏരിയയും കൂടും. അങ്ങനെ റേഡിയസ് 5 cm ആവുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, നോട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ല, വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ദാറ്റ് മീൻസ് dA by dr. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഏരിയയുടെ ഫോമിൽ എഴുതുക A = πr². dA by dr ആണ് കാണേണ്ടത്.
എയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ. വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു ആർ എന്നേ ഉള്ളൂ. അവിടെ ഓർക്കണം, വിത്ത് റെസ്പെക്ട് ടു ആർ ആയതുകൊണ്ടാണ് ടു ആർ വന്നത്. വിത്ത് റെസ്പെക്ട് ടു ടി ആയിരുന്നെങ്കിൽ ടു ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് വരുമായിരുന്നു. ഇവിടെ അത് വരുന്നില്ല. വിത്ത് റെസ്പെക്ട് ടു ആർ ആണ് അതുകൊണ്ട് ടു ആർ. പൈ ഇൻറ്റു ടു ആർ ദറ്റ് ഇസ് 2 ആർ. ഇനി ആർ 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ഡി എ ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ദറ്റ് ഈസ് 10 പൈ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഏരിയ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം റേഡിയസ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്നുകൂടി എഴുതിക്കൊള്ളാം. 10 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്ഫെറിക്കൽ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ pumping in 900 centimeter cube of gas per second. A balloon which always remains spherical ഷേപ്പിലുള്ള ഒരു ബലൂൺ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് മീൻസ് അത് ഉയർത്തുന്നു, എയർ പമ്പ് ചെയ്ത് ആ ബലൂൺ വലുതാക്കുന്നു. ബൈ പമ്പിങ് ഇൻ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. അത് എന്താണ്? ഒരു സെക്കൻഡിൽ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഗ്യാസ് പമ്പ് ചെയ്തുകൊണ്ട് ബലൂൺ വലുതാക്കുന്നു എന്ന് പറഞ്ഞാൽ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഗ്യാസ് പമ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ക്യൂബിൻ്റെ വോളിയം 900 സെൻറ്റിമീറ്റർ ക്യൂബ് വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡിൽ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഗ്യാസ് പമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 900 സെൻറ്റിമീറ്റർ ക്യൂബ് വീതം വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ദാറ്റ് മീൻസ് ഡി വി ബൈ ഡി ടി ആണ് 900 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസിങ്? അപ്പം ഇവിടെ ബലൂൺ പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ വോളിയം കൂടുന്നു എന്ന് പറയുമ്പോൾ റേഡിയസും കൂടും. വലുതാകുമ്പോൾ റേഡിയസും കൂടുകയല്ലേ? അപ്പോൾ അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസിങ്? ഏത് റേറ്റിലാണ് ബലൂണിൻ്റെ റേഡിയസ് കൂടുന്നത്? വെൻ ദ റേഡിയസ് 15 സെൻറ്റിമീറ്റർ. ആ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മളെപ്പോഴും പറഞ്ഞല്ലോ, അവിടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്, ഒരു പർട്ടിക്കുലർ സമയത്തുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. ഏത് സമയത്ത് അവിടെ ചോദിച്ചിരിക്കുന്നത്? റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. അപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ത്? അറ്റ് വാട്ട് റേറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. ആൾസോ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിങ്. അതോടൊപ്പം സർഫസ് ഏരിയ കൂടുന്ന റേറ്റ് കൂടി കണ്ടുപിടിക്കണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³ ആണ്. ഈ ഫോർമുലകൾ അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടങ്ങാം. V = 4/3 πr³. നമുക്ക് തന്നിരിക്കുന്നത് ബലൂൺ വിച്ച് ഓൾവേസ് റിമെയിൻസ് സ്ഫെറിക്കൽ ഈസ് ബീയിങ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിങ് ഇൻ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 900 സെൻറ്റിമീറ്റർ ക്യൂബ് ഗ്യാസ് പമ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 900 സെൻറ്റിമീറ്റർ ക്യൂബ് വീതം വോളിയം വർദ്ധിക്കുന്നു എന്നാണ്. ദാറ്റ് മീൻസ് ഡി വി ബൈ ഡി ടി ആണ് 900 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വയ്ക്കുക. നമുക്ക് ആദ്യം ഡി വി ബൈ ഡി ടി ഒന്ന് കണ്ടുപിടിക്കാം. ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി വി ബൈ ഡി ടി = 4/3 കോൺസ്റ്റൻ്റ് ആണ്, പൈയും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 4/3 π ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ 3 ക്യാൻസൽ ചെയ്ത് പോകുന്നു. ദെൻ dv by dt = 4 πr² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ dv by dt നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 900 എന്ന്. dv by dt = 900. അപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 1ലേക്ക് അത് ഇവിടെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 900 = 4 πr² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി എന്ന് കിട്ടും. നമുക്ക് ഡി ആർ ബൈ ഡി ടി കാണാം. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി ആർ ബൈ ഡി ടി = 900/4 πr². ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അറ്റ് വാട്ട് റേറ്റ് റേഡിയസ് ഈസ് ഇൻക്രീസിങ് എന്ന. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് ഡി ആർ ബൈ ഡി ടിയുടെ വാല്യൂ ആണ് ചോദിച്ചിരുന്നത്. നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. അറ്റ് വാട്ട് റേറ്റ് ദ റേഡിയസ് ഈസ് ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോഴുണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ r = 15 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുന്നു. r = 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്ത് കിട്ടും? 900/4 π ഇൻറ്റു 15². ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 15² 225 ആണ്. 225 ഇൻറ്റു 4 900 ആവും. അതോട്ട് ക്യാൻസലായി പോയിട്ട് 1/π എന്ന് കിട്ടും. അപ്പം നമുക്ക് പറയാം റേഡിയസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 225 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അറ്റ് വാട്ട് റേറ്റ് ഇസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്? സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ നമുക്ക് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. സർഫസ് ഏരിയയുടെ ഫോർമുല 4 πr² ആണ്. 4 πr². അപ്പോൾ ഡി എസ് ബൈ ഡി ടി കാണാം. ഡി എസ് സർഫസ് ഏരിയ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ.
അപ്പോൾ ഡി എസ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 4π ഇൻറ്റു ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. 4π ഇൻറ്റു 2r ആകുമ്പോൾ 8πr എന്ന് വരും. 8πr ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. 900/4πr² എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 8πr ഇൻറ്റു 900/4πr². ഈ 6 ക്യാൻസൽ ചെയ്തു വന്നു. ഒരു 6 മുകളിലത്തെ 6 താഴത്തെ ഒരു 6മായി ക്യാൻസൽ ചെയ്തു പോകുന്നു. പൈ ക്യാൻസൽ ചെയ്യുന്നു. 4ഉം 8മായി ക്യാൻസൽ ചെയ്യുന്നു. ദെൻ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും 1800/6 എന്ന് വരും. ഇതാണ് ഡി എസ് ബൈ ഡി ടിയുടെ വാല്യൂ. ഇവിടെയും റേഡിയസ് 15 ആകുമ്പോൾ വെൻ ആർ ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ ഡി എസ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1800/15. ദാറ്റ് മീൻസ് 100 ആറിന് 15 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1800/15 ആൻസർ 120 എന്ന് കിട്ടും. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 120 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ആണ്. അടുത്ത ചോദ്യം, എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് ദ കർവ് 6y = x³ + 2. ഒരു കർവിന് ഏതൊരു കർവിനും ഇക്വേഷൻ ഉണ്ടാവും. 6y = ഒരു കർവ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഷേപ്പ് ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഏതോ ഒരു കർവ്, ആ കർവിലൂടെ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുക. എ പാർട്ടിക്കിൾ ഈസ് മൂവ്സ് എലോങ് ദ കർവ് 6y = x³ + 2. പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. കർവിൻ്റെ ഓരോ പോയിന്റിനും ഓരോ കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഫൈൻഡ് ദ പോയിന്റ് ഓൺ ദ കർവ് at which y coordinate changes 8 times as fast as x coordinate. Find the point on the curve. കർവിലെ പോയിന്റ് കാണണം. At which y coordinate changes 8 times as fast as x coordinate. അതായത് x കോർഡിനേറ്റിൻ്റെ 8 times ഫാസ്റ്റ് ആയിട്ട് 8 മടങ്ങ് വേഗതയിൽ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു. 8 times as fast as x coordinate. x കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ 8 മടങ്ങ് വേഗതയിൽ y കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നു. അത് ഏത് പോയിന്റിലാണെന്ന്. അതായത് പാർട്ടിക്കിൾ ഇങ്ങനെ പോയിന്റിൽ കൂടെ കർവിൽ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പോയിന്റ് മാറി വരും. ഓരോ പോയിന്റിലും അതിനും എക്സ് കോർഡിനേറ്റും ഉണ്ടാവും, വൈ കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ് കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്, വൈ കോർഡിനേറ്റും ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈ കോർഡിനേറ്റിൻ്റെ ചേഞ്ചും എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ചുമായിട്ടൊരു റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ട്. ഇവിടെ അറിയേണ്ടത് ഏത് പോയിന്റിൽ എത്തുമ്പോഴാണ് എക്സ് കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ 8 മടങ്ങ് വേഗതയിൽ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോർഡിനേറ്റ് 8 ആകണം എന്നർത്ഥം. കാരണം എക്സ് മാറുന്നതിൻ്റെ 8 ഇരട്ടി വേഗതയിൽ വൈ മാറുന്നു എന്ന് പറഞ്ഞാൽ വൈയും എക്സുമായിട്ടുള്ള റേറ്റ് ഓഫ് ചേഞ്ച് 8 ആണെന്നാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് 8 ആണെന്ന് അർത്ഥം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് dy/dx. അപ്പോൾ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് ദ കർവ് 6y = x³ + 2. Find the point on the curve at which y coordinate changes 8 times fast as x coordinate. y coordinate x coordinateൻ്റെ 8 മടങ്ങ് വേഗതയിൽ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് 8 ആവണം. അത് ഏത് പോയിന്റിലാണ്? ആ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗിവൺ കർവ് എടുക്കുന്നു 6y = x³ + 2. നമുക്ക് dy/dx 8 ആവണം എന്ന പോയിന്റാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് dy/dx കണ്ടുപിടിക്കാം. അതിന് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കിട്ടും 6 ഇൻറ്റു ലെഫ്റ്റ് സൈഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് dy/dx = റൈറ്റ് സൈഡ് x³ ഡെറിവേറ്റീവ് 3x² + 2 കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ 6 ഇൻറ്റു dy/dx = 3x². 6 ഡിവൈഡ് ചെയ്താൽ dy/dx = 3x²/6, ദാറ്റ് ഈസ് x²/2. അപ്പോൾ dy/dx x²/2 എന്ന് കിട്ടി. ഇനി വെൻ വൈ കോർഡിനേറ്റ് ചേഞ്ചസ് 8 times as fast as x കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റിൻ്റെ 8 times വേഗതയിൽ വൈ കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ dy/dx = 8 ആണ്. dy/dx = 8. പക്ഷെ നമ്മൾ dy/dx x²/2 എന്ന് കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ എന്ത് കിട്ടും? x²/2 = 8 എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ x² = 16 എന്ന് കിട്ടും. x² 16 കിട്ടിയാൽ x = എന്ത് കിട്ടും? √16. √16 എന്ന് പറഞ്ഞാൽ +or-4. അപ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടി, +4ഉം -4ഉം. എക്സിന് 2 വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഏത് പോയിന്റിലാണ് എക്സ് കോർഡിനേറ്റ് മാറുന്നതിൻ്റെ 8 times വേഗതയിൽ വൈ കോർഡിനേറ്റ് മാറുന്നതെന്നാണ് ചോദ്യം. ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, +4ഉം -4ഉം. പോയിന്റ് എഴുതണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് മാത്രം പോരാ, വൈ കോർഡിനേറ്റ് കൂടി വേണം. അതിന് നമ്മൾക്ക് ഒരു കർവ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു നമ്മുടെ കർവ്? 6y = x³ + 2. അതിനകത്ത് ഈ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. എക്സിന് 4ഉം കിട്ടി, -4ഉം കിട്ടി. 2 വാല്യൂസും കൊടുക്കാം. നമുക്ക് ആദ്യം എക്സിന് 4 കൊടുക്കാം. അപ്പോൾ എന്താ വരിക? വെൻ x = 4, ഇക്വേഷൻ 1 6y = x³ + 4 എന്നാണ്
സോറി എക്സ് ക്യൂബ് പ്ലസ് 4 അല്ല, എക്സ് ക്യൂബ് പ്ലസ് 2 എന്നാണ്. അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6y is equal to 4 ക്യൂബ് പ്ലസ് 2. 4 ക്യൂബ് 64 ആണ്, 64 പ്ലസ് 2 66 ആണ്. അപ്പോൾ 60y is equal to 66, y equal to 66 by 6 is equal to 11 എന്ന് കിട്ടി. അപ്പോൾ x 4 കൊടുത്തപ്പോൾ y 11 കിട്ടി, ഒരു പോയിന്റ് കിട്ടി 4 11. ഇനി x -4 കൊടുക്കുക. അപ്പോൾ 6y is equal to -4 the whole cube plus 2. That is 6y is equal to -4 the whole cube ആകുമ്പോൾ -64. -4 into -4 into -4. It is -64 plus 2. അത് -62 ആണ്. 6y is equal to -62. y is equal to -62 by 6. That is 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ -31/3. അപ്പോൾ x -4 വന്നപ്പോൾ y -31/3. അടുത്ത പോയിന്റ് കിട്ടി -4 -31/3. അപ്പോൾ രണ്ട് പോയിന്റുകൾ നമുക്ക് കിട്ടി. റിക്വയർഡ് പോയിന്റ്സ് ആർ 4 11 -4 -31/3. ഈ രണ്ട് പോയിന്റുകളിൽ എത്തുമ്പോൾ ആ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഈ രണ്ട് പോയിന്റുകളിൽ എത്തുന്ന സമയത്ത് അപ്പോൾ എക്സ് കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചിൻ്റെ 8 ടൈംസ് സ്പീഡായിരിക്കും വൈ കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഓഫ് ഹൈറ്റ് 2 cm walks at a uniform speed of 5 km/h away from a lamp post which is 6 meter high. A man of height 2 meter 2 meter ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യൻ വാക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 km/h സ്പീഡിൽ നടക്കുകയാണ്. എവേ ഫ്രം എ ലാമ്പ് പോസ്റ്റ്. ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ടല്ലോ, ഒരു പോസ്റ്റ്, ഒരു ലാമ്പുള്ള ലൈറ്റുള്ള ഒരു പോസ്റ്റ്. ആ പോസ്റ്റിൽ നിന്ന് അകലേക്ക് നടക്കുകയാണ്. എവേ ഫ്രം എ ലാമ്പ് പോസ്റ്റ് വിച്ച് ഈസ് 6 meter ഹൈ. 6 meter ഹൈറ്റ് ഉള്ള ഒരു ലാമ്പ് പോസ്റ്റ്. അതിൽ നിന്ന് ദൂരോട്ട് മാറി നടന്നു പോവുകയാണ്. ആളുടെ ഹൈറ്റ് 2 meter ആണ്. ഫൈൻഡ് ദ റേറ്റ് വിത്ത് വിച്ച് ലെങ്ത് ഓഫ് ഷാഡോ ഇൻക്രീസസ് വെൻ ദ മാൻ ഈസ് 8 meter അവേ ഫ്രം ദ ലാമ്പ് പോസ്റ്റ്. നമുക്ക് ആ സംഭവം ഒന്ന് കാണാം, ഒരു ഡയഗ്രത്തിലൂടെ നമുക്കൊന്ന് കാണാം. ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു ലാമ്പ് പോസ്റ്റ് ഉണ്ട്, ഒരു ലാമ്പ് പോസ്റ്റ്. ആ ലാമ്പ് പോസ്റ്റിനെ ഞാൻ എ ബി എന്ന് പേര് കൊടുക്കുന്നു. എ ബി എന്ന് പറഞ്ഞൊരു ലാമ്പ് പോസ്റ്റ്. ഒരു മനുഷ്യൻ നടക്കുകയാണ്. അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 2 meter ആണ്. ആ നടക്കുന്ന ആളുടെ ഹൈറ്റ് 2 meter ആണ്. ഒരു മനുഷ്യൻ നടക്കുന്നു. അയാൾക്ക് നമുക്ക് അയാളുടെ ഹൈറ്റ് എന്ന് കാണിക്കാൻ വേണ്ടി പി ക്യു എന്നുള്ള പേര് കൊടുത്തു. പി ക്യു. അപ്പോൾ ഇത് ലാമ്പ് പോസ്റ്റാണ്, ഇത് മനുഷ്യനാണ്. ഇയാൾ ഇങ്ങനെ ദൂരോട്ട് നടക്കുക, ഇങ്ങനെ നടന്ന് ഇവിടെ എത്തി വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ലാമ്പ് പോസ്റ്റ് ഉണ്ട്, ഇവിടെ മനുഷ്യനുണ്ടെങ്കിൽ ഈ ലാമ്പിലെ ലൈറ്റ് തട്ടിയിട്ട് ഒരു ഷാഡോ ഫോം ചെയ്യും. നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ഷാഡോ ഫോം ചെയ്യുന്നത്? ഇയാൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ അയാളുടെ മറുവശത്തായിരിക്കും ഷാഡോ ഫോം ചെയ്യുന്നത്. അയാൾ നിൽക്കുന്നത് എവിടെയാണോ അതിൻ്റെ മറുവശത്തായിട്ടായിരിക്കും എന്ത് ഫോം ചെയ്യുക? ഷാഡോ ഫോം ചെയ്യുക. അപ്പോൾ ഏത് രീതിയിലേക്ക് ഷാഡോ ഫോം ചെയ്യുക? ഇങ്ങനെ ആയിരിക്കും ഷാഡോ ഫോം ചെയ്യുക. ഈ കാണുന്ന അയാളുടെ ഷാഡോയാണ്. ഈ പി സി എന്ന് കാണുന്ന ഷാഡോ, എ ബി എന്ന് കാണുന്ന ലാമ്പ് പോസ്റ്റാണ്. പി ക്യു എന്ന് പറയുന്ന ആ മനുഷ്യനാണ്. പി സി എന്ന് പറയുന്നത് അയാളുടെ ഷാഡോയാണ്. ഇയാൾ ഇങ്ങോട്ട് നടക്കും തോറും ഈ ഷാഡോ ദൂരോട്ട് പോകുമ്പോഴത്തേക്ക് ഷാഡോ നീളം കൂടുകയാണ് ചെയ്യുന്നത്. ലാമ്പ് പോസ്റ്റിന് അടുത്തോട്ട് വരുന്തോറും ഷാഡോയുടെ നീളം കുറയുകയാണ് ചെയ്യുന്നത്. ദൂരോട്ട് പോകുന്തോറും ഷാഡോയുടെ നീളം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇയാളിങ്ങനെ അകന്നകന്ന് പോകണം. ഇപ്പോൾ എ മുതൽ എ പി എന്ന് പറഞ്ഞാൽ അയാൾ എത്തിയ ദൂരമാണ്. അയാൾ ഇങ്ങോട്ട് നടക്കും തോറും ഈ ദൂരം കൂടുന്നു, അതോടൊപ്പം ഈ ഷാഡോയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയേണ്ടത് ഏത് റേറ്റിലാണ് ഷാഡോയുടെ നീളം കൂടുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. എ ബി ആണ് ലാമ്പ് പോസ്റ്റ്, പി ക്യു ആണ് മനുഷ്യൻ, പി സി ആണ് ഷാഡോ. നമുക്ക് ഈ എയും പി ആയിട്ടൊന്ന് ജോയിൻ ചെയ്ത് എ പി വരയ്ക്കാം. അതോടൊപ്പം നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. ഇതിങ്ങനെ ബി ലാമ്പ് പോസ്റ്റിൻ്റെ ഏറ്റവും ഉയർന്ന പോയിന്റും മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ആ പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചു. അത് ഞാൻ വന്നിവിടെ മീറ്റ് ചെയ്തു. ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആ പ്രോബ്ലം ഒന്ന് കാണാം. നമുക്ക് ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എ ബി എന്ന് പറയുന്നതാണ് ലാമ്പ് പോസ്റ്റ്. അത് 6 meter ആണ് എൻ്റെ ഹൈറ്റ്. പി ക്യു ആണ് മാൻ, അത് 2 meter ആണ് ഹൈറ്റ്. ഷാഡോ ഡിസ്റ്റൻസ് ഓഫ് മാൻ ഫ്രം ദ പോയിന്റ് എൽ എന്നെടുത്തു.
ആ പോസ്റ്റിൽ നിന്ന് അയാളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ എല്ലാം എടുത്ത് ഡിസ്റ്റൻസ് ഓഫ് മാൻ ഫ്രം ദ പോസ്റ്റ് ഇസിക്കൽ എൽ. അപ്പോൾ എ പി ആണ് എൽ. ഷാഡോയുടെ ലെങ്ത് എസ് എന്ന് എടുത്തു, ദാറ്റ് മീൻസ് പി സി ആണ് എക്സ്. ലെങ്ത് ഓഫ് ഷാഡോ എസ് ആണ്, അത് ലെങ്ത് ഓഫ് ഷാഡോ എസ് ആണ്, പി സി ഇസിക്കൽ ടു എസ്. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാൻ വാക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 km/h. ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ സ്പീഡിലാണ് അയാൾ നടക്കുന്നത്. ദാറ്റ് മീൻസ് അയാൾ 5 കിലോമീറ്റർ ദൂരം ഓരോ സെക്കൻഡിലും 5 കിലോമീറ്റർ വീതമാണ്, സെക്കൻഡിലല്ല ഒരു മണിക്കൂറിൽ, ഓരോ മണിക്കൂറിൽ 5 കിലോമീറ്റർ എന്ന റേറ്റിൽ അയാൾ ലാമ്പ് പോസ്റ്റിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഇങ്ങോട്ട് അകന്നകന്ന് പോവുകയാണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലിൽ ചേഞ്ച് ഉണ്ടാവുകയാണ്. ഓരോ മണിക്കൂറിലും 5 കിലോമീറ്റർ എന്ന രീതിയിൽ എല്ല് മാറുകയാണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എൽ വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് മീൻസ് ഡി എൽ ബൈ ഡി ടി ആണ് എന്ത് 5 എന്ന് പറയുന്നത്. ഇനി ലെങ്ത് ഓഫ് ഷാഡോ, അങ്ങനെ അകലുന്തോറും ഈ എല്ല് കൂടുമ്പോൾ എല്ല് മാത്രമല്ല കൂടുന്ന, ഷാഡോയുടെ ലെങ്ത് കൂടും, എസ്സും കൂടും. ആ എസ്സിലുണ്ടാവുന്ന ചേഞ്ച് ദാറ്റ് മീൻസ് ഡി എസ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് ബി ദ ലെങ്ത് ഓഫ് ഷാഡോ എസ് എന്ന് എടുക്കുന്നു, ദാറ്റ് ഈസ് പി സി ആണ് എക്സ്. അപ്പോൾ ഇവിടെ എ ബി 6 ആണ്, പി ക്യു 2 ആണ്, എ പി എൽ ആണ്, പി സി എസ് ആണ്, ഡി എൽ ബൈ ഡി ടി 5 km/h ആണ്. നമുക്ക് ഡി എസ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലങ്ങളിലൊക്കെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. സർക്കിളിൻ്റെയോ അല്ലെങ്കിൽ ക്യൂബിൻ്റെയോ അല്ലെങ്കിൽ സ്പിയറിൻ്റെയോ ഒക്കെ വോളിയമോ ഏരിയയോ ഒക്കെ കാണിക്കുന്ന ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻസ് എടുത്ത് അവിടെ അങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇക്വേഷൻ ഒന്നും ഇല്ല. അപ്പം നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്യേണ്ടി വരും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു രണ്ട് ട്രയാങ്കിൾസ് കാണുന്നുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു സി എന്ന് പറയുന്ന ട്രയാങ്കിളും രണ്ട് സിമിലർ ട്രയാങ്കിൾസാണ്. സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാൻ കാര്യം ഈ ഒരു ആംഗിൾ കോമൺ ആണ്. ഈ പി സി എന്ന് പറയുന്ന ആംഗിൾ രണ്ടിനും കോമൺ ആണ്. ആംഗിൾ പിയും ആംഗിൾ എയും സെയിം ആണ്, 90 ഡിഗ്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും സെയിം ആയേ പറ്റുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിളുകളെല്ലാം ഈക്വലാണ്. കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വലായി കഴിയുമ്പോഴാണ് ആ ട്രയാങ്കിളിനെ നമ്മൾ സിമിലർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. രണ്ട് ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളുകൾ ഈക്വൽ ആയാൽ സിമിലർ ട്രയാങ്കിൾ എന്ന് വിളിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ മീൻസ് പി ക്യു സി എന്ന് പറയുന്ന ചെറിയ ട്രയാങ്കിളും എ ബി സി എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും, അതിൽ സി എന്ന് പറയുന്ന ആംഗിൾ രണ്ടിലും കോമൺ ആംഗിളാണ്. പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്, എ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ രണ്ട് ആംഗിളുകൾ ഈക്വലായി. ഇനി അപ്പോൾ തീർച്ചയായിട്ടും ബിയും ക്യൂവും ഈക്വൽ ആവും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ആംഗിളുകൾ ഈക്വൽ ആയിട്ട് സിമിലർ ട്രയാങ്കിൾസാണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത സൈഡുകളുടെ റേഷ്യോ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളാണ് എ ബി സി, അതിൻ്റെ എ സി എന്ന സൈഡും എ ബി എന്ന സൈഡുമായിട്ടുള്ള റേഷ്യോ, ദാറ്റ് മീൻസ് എ സി ബൈ എ ബി, അത് ചെറിയ ട്രയാങ്കിളിൻ്റെ വലിയ ട്രയാങ്കിളിൻ്റെ എ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് പി സി ആണ്. വലിയ ട്രയാങ്കിളിൻ്റെ എ ബി എന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് പി ക്യു ആണ്. അപ്പോൾ എ സി ബൈ എ ബി എന്ന് പറയുന്നത് പി സി ബൈ പി ക്യു ആയിരിക്കും എന്ന സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ. അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എ സി ബൈ എ ബി ഈക്വൽ ടു പി സി ബൈ പി ക്യു, അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഫ്രം സിമിലർ ട്രയാങ്കിൾസ് എ സി ബൈ എ ബി ഈക്വൽ ടു പി സി ബൈ പി ക്യു. ആ ഡയഗ്രത്തിലേക്ക് വീണ്ടും നോക്കുക. എ സി എന്ന് പറയുന്നത് എന്താണ്? എ പി എൽ ആണ്, പി സി എസ് ആണ്. അപ്പോൾ എ സി എൽ പ്ലസ് എസ് ആണ്. എ ബി 6 ആണ്. അപ്പോൾ എൽ പ്ലസ് എസ് ബൈ 6 ഈക്വൽ ടു പി സി ബൈ പി ക്യു. പി സി എസും പി ക്യു 2 ആണ്, എസ് ബൈ 2. അപ്പോൾ എൽ പ്ലസ് എക്സ് ബൈ 6 ഈസ് ഈക്വൽ ടു എസ് ബൈ 2 എന്ന് കിട്ടും. എൽ പ്ലസ് എസ് ബൈ 6 ഈസ് ഈക്വൽ എസ് ബൈ 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 ഇൻറ്റു എസ്, 6s ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് എസ്, ദാറ്റ് ഈസ് 6s ഈസ് ഈക്വൽ ടു 12 പ്ലസ് 2s. ആ 2s ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു. 6x മൈനസ് 2s ഈസ് ഈക്വൽ ടു 12, ദാറ്റ് ഈസ് 4s ഈസ് ഈക്വൽ ടു 12. 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2s ഈസ് ഈക്വൽ ടു എൽ. നമുക്ക് ഡി എസ് ബൈ ഡി ടി ആണല്ലോ അറിയേണ്ടത്. ഷാഡോയിൽ ലെങ്ത് ഓഫ് ഷാഡോയിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അറിയേണ്ടത്. ദാറ്റ് മീൻസ് ഡി എസ് ബൈ ഡി ടി ആണ് അറിയേണ്ടത്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ എസും എല്ലും ഒക്കെ വേരിയബിൾസാണ്. കാരണം അയാൾ നടക്കും തോറും ലാമ്പ് പോസ്റ്റിൽ നിന്ന് അയാളിലേക്കുള്ള ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ല് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഷാഡോയുടെ ലെങ്തായി എസ്സും മാറിക്കൊണ്ടിരിക്കുക, രണ്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ രണ്ടും വേരിയബിൾസാണ്. വിത്ത് റെസ്പെക്ട് ടു ടി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്ന് കിട്ടി. ഇതിൽ നമുക്കൊരു വാല്യൂ അറിയാം. എന്തായിരുന്നു അറിയാമായിരുന്ന വാല്യൂ നോക്കൂ. അയാൾ ലാമ്പ് പോസ്റ്റിൽ നിന്ന്
എന്താ വർക്ക്സ് അറ്റ് എ യൂണിഫോം സ്പീഡ് ഓഫ് 5 km/h 5 km/h വേഗതയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ നടക്കുമ്പോഴും എല്ല് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ മണിക്കൂറിൽ 5 കിലോമീറ്റർ എന്ന വേഗതയിൽ എല്ല് കൂടുകയാണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എല്ല് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് 5. അതായത് dl/dt ആണ് 5. അപ്പോൾ dl/dtയുടെ വാല്യൂ അറിയാം. ആ വാല്യൂ എടുത്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × ds/dt = 5. ദാറ്റ് മീൻസ് ds/dt = 5/2. ds/dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഷാഡോയുടെ ലെങ്ത് ആണ്. അപ്പോൾ ഷാഡോയുടെ ലെങ്ത്തിൻ്റെ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അത് 5/2 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ഷാഡോ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 5/2 m/s എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് m/s അല്ല, 5/2 km/h ആണ്. നമ്മൾ യൂണിറ്റ് തന്നിരിക്കുന്നത് km/h അതുകൊണ്ട് 5/2 km/h എന്ന റേറ്റിൽ ഷാഡോയുടെ m/s എന്നല്ല km/h എന്ന റേറ്റിലാണ് ഷാഡോയുടെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. ഇത്രയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളൊരു ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ലെങ്ത് ഓഫ് ഷാഡോ ഇൻക്രീസസ്. Find the rate at which length of shadow increases when the man is 8 meters away from the post. 8 meters away from the lamp post. 8 മീറ്റർ അകലെയായിരിക്കുമ്പോൾ എന്നാണ് ചോദിച്ചത്. പക്ഷേ ആ 8 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നില്ല. കാരണം ds/dt കോൺസ്റ്റൻ്റ് ആണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താ? എത്ര ദൂരെ ആയാലും എപ്പോഴും ആ റേറ്റ് ഓഫ് ചേഞ്ച് സെയിം ആണെന്നാണ്. ആ 8 മീറ്ററോ 10 മീറ്ററോ 8 കിലോമീറ്ററോ അവിടെ എത്രയാണെന്നുള്ളതിന് പ്രാധാന്യമില്ല. എല്ലായ്പ്പോഴും ds/dt കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. ഇനി ഒരു പ്രോബ്ലം. എ ലാഡർ 5 meter ലോങ് ഈസ് ലീനിങ് അഗൻസ്റ്റ് എ വാൾ. 5 മീറ്റർ നീളമുള്ള ഒരു ലാഡർ, 5 meter ലെങ്ത് ഉള്ള ഒരു ലാഡർ, ഒരു വാൾ. ഇപ്പോൾ ഇതൊരു വാളാണെന്ന് ഇരിക്കുക. അവിടെ 5 meter ലെങ്ത് ഉള്ള ഒരു ലാഡർ വെച്ചിരിക്കുക, ഏണി വെച്ചിരിക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? The bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm/s. The bottom of the ladder, ആ ലാഡറിൻ്റെ താഴെ ഭാഗം, is pulled along the ground, ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ വലിക്കുക. away from the wall, വാളിൽ നിന്ന് ദൂരേക്ക് വലിക്കുക. at the rate of 2 cm/s, 2 cm/s. അതായത് ഇങ്ങനെ ഒരു വാളാണിത്, അവിടെ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. ഇതിൻ്റെ താഴെ ഭാഗം നമ്മൾ ഇങ്ങോട്ട് അകലേക്ക് വലിക്കുന്നു. പുള്ള് എലോങ് ദ ഗ്രൗണ്ട് അവേ ഫ്രം ദ വാൾ എന്ന വാളിൽ നിന്ന് ദൂരോട്ടാണ് ഇങ്ങോട്ടാണ് വയ്ക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലാഡറിൻ്റെ മുകൾ ഭാഗം താഴോട്ടേക്ക് മാറും, ആ ഹൈറ്റ് കുറയും. അപ്പോൾ എക്സ് കൂടുകയാണ്. ഇങ്ങോട്ട് അകലേക്ക് വലിക്കുമ്പോൾ എക്സ് കൂടുകയാണ്. പക്ഷെ എക്സ് കൂടുമ്പോൾ ഇത് താണു വരുന്നതുകൊണ്ട് ഹൈറ്റ് കുറയുകയുമാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അത് അതിൻ്റെ റേറ്റും പറഞ്ഞിട്ടുണ്ട്. Bottom of the ladder is pulled along the ground away from the wall at the rate of 2 cm/s. How fast its height on the wall decreases? എത്ര വേഗതയിലാണ് അതിൻ്റെ ഹൈറ്റ് എച്ച് ഡിക്രീസ് ചെയ്യുന്നത്? When the bottom of the ladder is 4 meter away from the wall. ആ ലാഡറിൻ്റെ ബോട്ടം വാളിൽ നിന്ന് 4 മീറ്റർ അകലെയാകുമ്പോൾ ഏത് റേറ്റിലാണ് ഹൈറ്റ് കുറയുന്നത് എന്നാണ്. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമുക്ക് എക്സ് എന്നും ഹൈറ്റിനെ എച്ച് എന്ന് ഡിനോട്ട് ചെയ്യാം. ഏതാണ്? distance of bottom of the, let x be the distance of bottom of the ladder from the wall. വാളിൽ നിന്ന് ലാഡറിൻ്റെ ബോട്ടത്തിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുക്കാം. ആൻഡ് എച്ച് ബി ഇറ്റ്സ് ഹൈറ്റ് ഓൺ ദ വാൾ, അതിൻ്റെ ഹൈറ്റ് എച്ച് എന്നും എടുക്കാം. ലാഡറിൻ്റെ ലെങ്ത് 5 meter എന്ന് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് പുൾഡ് അലോങ് ദ ഗ്രൗണ്ട് away from the wall at the rate of 2 cm/s. ഒരു സെക്കൻഡിൽ 2 cm എന്ന വേഗതയിൽ ആ ലാഡറിൻ്റെ ബോട്ടം അകലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്, ദാറ്റ് ഈസ് dx/dt ആണ്. എക്സ് കൂടുകയാണ്, അപ്പോൾ dx/dt പോസിറ്റീവാണ്. അപ്പോൾ dx/dt ആണ് 2. ഹൈറ്റിൽ എന്ത് കുറവുണ്ടാവുന്നത് മീൻസ് dh/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇതൊരു ഡയഗ്രം ശ്രദ്ധിച്ചാൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എന്ന് നമുക്ക് കാണാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഹൈപ്പോട്ടനസ് സ്ക്വയർ. അത് ഉപയോഗിക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 5 square. സോറി, ഞാൻ വൈ എന്ന് എഴുതി, വൈ അല്ല എച്ച് ആണ്, എച്ച് എന്ന് തിരുത്തിക്കൊള്ളാം. വൈ അല്ല, എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 5 square. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 എന്നാണ്.
നൗ ഗിവൺ dx by dt is equal to 2. നമുക്ക് വിത്ത് റെസ്പെക്ട് ഡിഫറൻഷിയേറ്റ് ഇവിടെ എച്ച് എന്ന് വായിച്ചോളാം. എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇറ്റ് ഈസ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എച്ച് സ്ക്വയർ ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു 0. 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു 0. ഡി എക്സ് ബൈ ഡി ടി തന്നിട്ടുണ്ടായിരുന്നല്ലോ 2 എന്ന് അല്ലേ? ഡി എക്സ് ബൈ ഡി ടി 2 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഡി എക്സ് ബൈ ഡി ടി സിക്കൽ 2 തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2x ഇൻറ്റു 2 പ്ലസ് 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി സിക്കൽ ടു 0. ദാറ്റ് ഈസ് 4x പ്ലസ് 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി സിക്കൽ ടു 0. ആ 4x അപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പോൾ 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി സിക്കൽ ടു മൈനസ് 4x. ഈ 2h ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി സിക്കൽ ടു മൈനസ് 4x ബൈ 2h. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ മൈനസ് 2x ബൈ എച്ച്. ഡി എക്സ് ബൈ ഡി ടി സിക്കൽ ടു മൈനസ് 2x ബൈ എച്ച്. ഇനി ചോദ്യം, at what rate the bottom of the ladder, at how fast is the height on the wall decreases? Height decrease ചെയ്യുന്ന ഏത് റേറ്റിലാണെന്ന്. when the bottom of the ladder is 4 meter away from the wall, and ladderന്റെ bottom വാളിൽ നിന്ന് 4 മീറ്റർ അകലെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ എക്സ് 4 ആകുമ്പോൾ ഈ എച്ചിലുണ്ടാകുന്ന ചേഞ്ച്. പക്ഷേ എക്സ് 4 ആകുമ്പോൾ എച്ച് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല. എച്ച് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയറിനകത്ത് എക്സിൻ്റെ 4 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ, കാരണം എച്ച് കൂടി നമുക്ക് വേണം. കാരണം നമുക്ക് ഡി എച്ച് ബൈ ടി കിട്ടിയിരിക്കുന്ന മൈനസ് 2x ബൈ എച്ച് എന്താ. അപ്പോൾ എക്സ് മാത്രം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല, എച്ച് കൂടി വേണം. അതിന് എക്സ് 4 ആകുമ്പോൾ എച്ച് എത്ര? എക്സ് ഈക്വൽ ടു 4. നമ്മൾ ആ എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 25 എടുക്കുന്നു. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 25. 16 പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 25. എച്ച് സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 16 ഈക്വൽ ടു 9. എച്ച് ഈക്വൽ ടു റൂട്ട് 9 ഈക്വൽ ടു 3 എന്ന് കിട്ടി. ആ വാല്യൂ കൊടുക്കുകയാണ്. ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 2x ബൈ എച്ച്. ഇറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു 4 ബൈ 3. ഇറ്റ് ഈസ് മൈനസ് 8 ബൈ 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് എഴുതാം ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 8 ബൈ 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സംശയം ഉണ്ടാവാം. ഇവിടെ ബോട്ടം ഓഫ് ദ ലാഡർ ഈസ് 4 മീറ്റർ അവേ ഫ്രം ദ വാൾ. ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നേക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മീറ്ററിലാണ്, എച്ചിൻ്റെ വാല്യൂ മീറ്ററിലാണ്. പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ചസ് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ട് ഡിഫറൻറ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഈ യൂണിറ്റ് ഇവിടുത്തെ ഈ 4 മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കേണ്ടതില്ലേ എന്നൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം. അവിടെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ വന്നത് മൈനസ് 2x ബൈ എച്ച് ആണ്. 2x ബൈ എച്ച് യൂണിറ്റ് ഇവിടെ റേഷ്യോ ആണ്, എക്സ് ബൈ എച്ച്. അതുകൊണ്ട് റേഷ്യോ ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നമുക്ക് 4 മീറ്റർ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ 400 എന്ന് വരും. താഴെ എച്ച് ഉണ്ട്, അതിനെയും സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. 300 എന്ന് വരും. 400 ബൈ 300 ആകുമ്പോൾ 100 ക്യാൻസൽ ചെയ്തിട്ട് 4 ബൈ 3 എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആ റേഷ്യോ ആയതുകൊണ്ടാണ് നമ്മളിവിടെ യൂണിറ്റ് മാറ്റാനായിട്ട് ശ്രമിക്കാതിരുന്നത്. റേഷ്യോ അല്ലാതിരുന്നെങ്കിൽ യൂണിറ്റ് മാറ്റേണ്ടി വരുമായിരുന്നു. റേഷ്യോ ആകുമ്പോൾ യൂണിറ്റ് പ്രശ്നമല്ലല്ലോ. കാരണം മീറ്റർ വന്നാലും സെൻറ്റിമീറ്റർ വന്നാലും ഒരേപോലെയാണ്. അത് സെൻറ്റിമീറ്ററിലാക്കിയാലും ആ 100 ക്യാൻസൽ ചെയ്ത് പോയിക്കോളും. അതുകൊണ്ട് തന്നെ റേഷ്യോ വരുന്നിടത്ത് നമുക്ക് യൂണിറ്റ് മാറ്റേണ്ടതില്ല. അങ്ങനെ തന്നെ ചെയ്യാം. യൂണിറ്റ് മാറ്റിയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല, മാറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് മൈനസ് 8 ബൈ 3 കിട്ടി. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി എച്ചിലുണ്ടാവുന്ന ചേഞ്ച്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡി എച്ച് ബൈ ഡി ടിയുടെ വാല്യൂ നെഗറ്റീവാണ് കിട്ടിയിരിക്കുന്നത്. വാല്യൂ നേരത്തെ പറഞ്ഞല്ലോ, വാല്യൂ നെഗറ്റീവ് കിട്ടിയാൽ എൻ്റെ അർത്ഥം കുറയുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം ഹൈറ്റ് ഓൺ ദ വാൾ ഡിക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 8 ബൈ 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയുമാണ് റേറ്റ് ഓഫ് ചേഞ്ചുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അപ്പോൾ ചോദിക്കാം, പല റേറ്റ് ഓഫ് ചേഞ്ചുകളൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇക്വേഷൻ. ആ കണക്ട് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഏരിയ വരാം, സർക്കിളിൻ്റെ വോളിയം വരാം, സർക്കിളിൻ്റെ അല്ല സ്ഫിയറിൻ്റെ വോളിയം വരാം, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ വരാം, അല്ലെങ്കിൽ ക്യൂബിൻ്റെ വോളിയം വരാം. നിങ്ങൾ സിലിണ്ടർ പഠിച്ചിട്ടുണ്ട്, സിലിണ്ടറിൻ്റെ വോളിയം വരാം. ഇങ്ങനെ പല ഇതും വരാം. പക്ഷെ അവിടെ എല്ലാം ആ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യേണ്ടി വരും. നമ്മൾ ഷാഡോയുടെ പ്രോബ്ലം ചെയ്തല്ലോ, അത്തരം ചോദ്യങ്ങളിൽ ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നന്നായിട്ട് പഠിക്കുക. ഇത് നമുക്ക് ഫർദർ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫിസിക്സിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഇത് ഉപയോഗിക്കും. നിങ്ങൾ ഇനി ഫിസിക്സ് എടുത്തിട്ട് ഫിസിക്സിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു അനദർ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു മറ്റൊരു ക്വാണ്ടിറ്റി, അതൊരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഉണ്ടാവുന്ന റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.